നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടോ? ഉത്തരം യെസ് എന്നാണെങ്കിൽ അടുത്തത് പ്രൂവ് ഇറ്റ്, തെളിയിക്കൂ. പ്രൂവ് ഇറ്റ് ബൈ യുവർ വർക്ക്. നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് അത് തെളിയിക്കാൻ ഉപവാസം എടുക്കേണ്ടത് നിങ്ങളുടെ അധരത്തിനാണ്. ഫൗൾ വേർഡ്സിൽ നിന്ന്, മോശം വാക്കുകൾ പറയുന്നതിൽ നിന്ന് നിങ്ങളുടെ അധരങ്ങൾക്ക് ഉപവാസം എടുക്കുക. അശുദ്ധി കാണുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് ഉപവാസം എടുക്കുക. ഇംപ്യൂരിറ്റീസ്, അശുദ്ധി കാണുന്നതിൽ നിന്ന് കണ്ണുകൾക്ക് ഉപവാസം എടുക്കുക. സ്ലാൻഡർ, പരദൂഷണം കേൾക്കുന്നതിൽ നിന്ന് കാതുകൾക്ക് ഉപവാസം എടുക്കുക. പുതിയൊരു ഉപവാസത്തിന്റെ മാനം കണ്ടോ? അതായത് കെട്ട വാക്കുകൾ പറയുന്നതിൽ നിന്ന് അധരത്തിനും, അശുദ്ധി കാണുന്നതിൽ നിന്ന് കണ്ണുകൾക്കും, പരദൂഷണം കേൾക്കുന്നതിൽ നിന്ന് കാതുകൾക്കും ഉപവാസമെടുക്കുന്ന ഉപവാസത്തിന്റെ ഒരു പുതിയ മാനം ക്രിസോസ്റ്റം പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് പിതാവ് പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ലളിതമായിട്ട് പറഞ്ഞാൽ, മറ്റുള്ളവരെ തിന്നിട്ട്, മറ്റുള്ളവരെ കൊന്നു തിന്നിട്ട് ഞാൻ ഉപവാസം എടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മറ്റുള്ളവരെ കൊന്നു തിന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ഇറച്ചി കഴിക്കുന്നില്ല, ഞാൻ മീൻ കഴിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അതിലും ഭേദം നീ ഭക്ഷണം കഴിക്കുന്നതല്ലേ. മറ്റുള്ളവരെ കൊന്നു തിന്നാതിരിക്കണം, കെട്ട വാക്ക് പറയാതിരിക്കണം, അശുദ്ധി കാണാതിരിക്കണം, പരദൂഷണം കേൾക്കാതിരിക്കണം. അത് ഉപവാസമാണെന്ന് ഓർക്കണം. എന്തൊക്കെയാണ് നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റുന്നത്? ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആരോഗ്യ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണത്തിന്റെ ഉപവാസം എടുക്കാൻ പറ്റണമെന്നില്ല. ടൈം ഫാസ്റ്റിംഗ്, സമയത്തിന് ഫാസ്റ്റിംഗ് എടുക്കാം, ഉപവാസം എടുക്കാം. അതെങ്ങനെയാണ്? സൈലൻസിലിരിക്കണം. സൈലൻസിലിരിക്കുമ്പോൾ, സമയം ബാക്കി തിരക്കിന്നൊക്കെ ഒന്ന് മാറിയിരിക്കുമ്പോൾ നമ്മൾ സമയത്തിന് ഉപവാസം എടുക്കുകയാണെന്ന് ഓർക്കണം. ഡിസയർ ഫാസ്റ്റിംഗ്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഉപവാസം എടുക്കുന്നു. അതിൽ പ്രധാനമായിട്ട് കോപിക്കാൻ ഭയങ്കര ആഗ്രഹം, ഉപവാസം എടുക്കുകയാണ്. ഗോസിപ്പിംഗ്, രണ്ട് കുറ്റം പറയാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഉപവാസം എടുക്കുകയാണ്. ഡിസയർ ഫാസ്റ്റിംഗ്, ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിൽ കേവലം പട്ടിണി കിടന്നാൽ പോരാ, പ്രാർത്ഥന വേണം. 2, സ്ക്രിപ്ചർ വായിക്കണം, ബൈബിൾ വായിക്കണം. ഉപവാസം എടുക്കുന്ന ദിവസം അല്പനേരം, അധികം നേരം ബൈബിൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഉപവാസം എടുക്കുമ്പോഴൊക്കെ ചെറുത് മതി, എന്നാൽ ഒരു ചാരിറ്റി ചെയ്യണം. ആർക്കെങ്കിലും ഒരു ചെറിയ നന്മ ഉപവാസം എടുക്കുന്ന ദിവസത്തോട് ചേർത്ത് തന്നെ ചെയ്യണം. ആനന്ദത്തോടെ ഇരിക്കണം. ചില ചേച്ചിമാരൊക്കെ ഉപവാസം എടുക്കുമ്പോൾ ചേട്ടന് വീട്ടിലോട്ട് തിരിച്ചു കയറാൻ പേടിയാണ്. കാരണം ചേട്ടൻ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാലും ചേച്ചി ദേഷ്യമാണ്. മനുഷ്യ, ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ചേട്ടന് പറയാൻ വല്ലയിടത്ത് കഴിക്കടി, എന്തിനാടി? ഉപവാസം എടുക്കുമ്പോൾ ആനന്ദം ഉണ്ടാകണം. ഒരു വീട്ടിലാണ് ഉപവാസം എടുത്താൽ ആ വീട്ടിൽ ആ ദിവസം ആനന്ദത്തിന്റെ ദിവസമാകണം. ഓർക്കണം, ശരീരത്തെ തളർത്താനല്ല ഉപവാസം എടുക്കുന്നത്, ആത്മാവിനെ ശക്തിപ്പെടുത്താനാണ്.